إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പരമകാരുണികനും കരുണാവാരിധിയുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കാത്തുസൂക്ഷിക്കണമേ എന്ന് ഉണർത്തുകയാണ്. ഒരുപാട് നന്മകൾ സമ്മാനിച്ച് ആരാധനാ കർമ്മങ്ങളിൽ വ്യാപൃതരായി അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടേണ്ട കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ഒട്ടനവധിയായ അവസരങ്ങൾ നൽകി പരിശുദ്ധ റമളാൻ നമ്മളിൽ നിന്ന് യാത്രയായി. റമളാനിന് ശേഷം എന്താണ് നമ്മുടെ ജീവിതത്തിന് മാറ്റം വന്നിട്ടുള്ളത് എന്നത് പരിശോധിക്കേണ്ടതാണ്. ഈ റമളാനിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, മാറ്റം വളരെ പ്രകടമായിരുന്നു. റമളാനിന് മുമ്പ് പള്ളികളിലെ ജനബാഹുല്യം, റമളാൻ കഴിഞ്ഞതിന് ശേഷം ഉള്ള അവസ്ഥ, റമളാനിലുള്ള അവസ്ഥ, ഇതൊക്കെ ഒന്ന് താരതമ്യം ചെയ്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. റമളാൻ 1 മുതൽ റമളാൻ അവസാനിക്കുന്നത് വരെ എത്രമാത്രം നിറഞ്ഞു നിന്നിരുന്ന ജമാഅത്തുകളായിരുന്നു നമ്മുടെ പള്ളികളിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ പരിശുദ്ധ റമളാനിൽ നമ്മുടെ ഉറക്കത്തിന്റെ സമയം, നമ്മുടെ ഉണർച്ചയുടെ സമയം, നമ്മുടെ ഭക്ഷണത്തിന്റെ ക്രമങ്ങൾ, അത്താഴത്തിനുണരാനുള്ള അലാറങ്ങൾ, ഓരോ ജമാഅത്തുകൾക്കും വേണ്ടി നമ്മൾ വെച്ചിരുന്ന അലാറങ്ങൾ, അതൊക്കെ യഥാസമയങ്ങളിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ടോ, അതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം, റമളാനിൽ മാത്രമായി അമലുകളും ഇബാദത്തുകളുമൊക്കെ ചെയ്ത് റമളാൻ കഴിയുന്നതോടുകൂടി അതെല്ലാം ഉപേക്ഷിച്ചൊരവസ്ഥയാണോ നമുക്കുള്ളത് എന്നതാണ്. മഹാരഥന്മാരായ ചില പണ്ഡിതന്മാർ അവരുടെ അനുഭവം എന്ന നിലക്ക് അവരെഴുതി, റമളാൻ കഴിഞ്ഞതോടുകൂടി പള്ളികളുടെ അവസ്ഥ എന്താണ്? റജഅൽ ളുയൂഫ്, അതിഥികളൊക്കെ മടങ്ങി. നമ്മൾ പറഞ്ഞു, റമളാൻ നമുക്ക് കിട്ടുന്ന ഒരു അതിഥിയാണ്. ആ അതിഥിയുടെ കൂടെ വന്ന കുറെ അതിഥികൾ വേറെ ഉണ്ട്. ഒരു കല്യാണത്തിന് പുതിയാപ്പിള ഇറങ്ങുമ്പോൾ പുതിയാപ്പിളന്റെ കൂടെ വരുന്ന കുറെ ആളുകൾ എന്നതുപോലെ റമളാൻ വന്നു. ആ റമളാന്റെ കൂടെ കുറെ ആളുകൾ വന്നു. അവരും മടങ്ങി,
റമദാനും മടങ്ങി, അതിഥികളൊക്കെ പോയി. വബഖിയൽ അഹ്ൽ, പിന്നെ കുടുംബം മാത്രമാണ് ബാക്കിയുള്ളത്, പള്ളിയുടെ അഹ്ലുകാര് മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്നത്തെ സുബഹി ജമാഅത്തിന്റെ അവസ്ഥ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മാത്രം മതി. എവിടെ റമദാനിൽ ഇവിടെ വന്നിരുന്ന നമസ്കാരക്കാർ, റമദാനിൽ പള്ളിയിലുണ്ടായിരുന്നവരെവിടെ എന്നത് പരിശോധിക്കാൻ. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഇത്രയൊക്കെ മതി, ഇങ്ങനെയൊക്കെ ആയാൽ മതി. അതുകൊണ്ടാണല്ലോ കാലിയായ പള്ളികളും ഒഴിഞ്ഞിരിക്കുന്ന സ്വഫുകളുമായി ജമാഅത്ത് നമസ്കാരങ്ങൾ എല്ലാ പള്ളികളിലും നടക്കുന്നത്. അതെന്താ അങ്ങനെ? റമദാനിൽ തിങ്ങി നിറഞ്ഞ പള്ളികൾ റമദാൻ കഴിയുമ്പോൾ എന്തുകൊണ്ട് കാലിയാകുന്നു? റമദാനിൽ മാത്രമാണോ ജമാഅത്തുകളുള്ളത്? റമദാനിൽ മാത്രമാണോ നമസ്കാരമുള്ളത്? മഹാരഥന്മാരായ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടതാണ് സുഇല ബഅ്ദു സലഫ് അൻ ഖൗമിൻ യതഅബ്ബദൂന വയജ്തഹദൂന ഫീ റമദാൻ. ചില ആളുകളുണ്ടല്ലോ റമദാനിൽ മാത്രം ആവേശത്തോടുകൂടി അമലുകളും ഇബാദത്തുകളും ചെയ്യുന്നു. വയജ്തഹിദൂന, അവരങ്ങേയറ്റം പരിശ്രമിക്കുന്നു. റമദാനിലെ പരിശ്രമം കണ്ടാൽ നമുക്കത് മനസ്സിലാകും. അത്രയും ആവേശത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി, താൽപര്യത്തോടുകൂടി റമദാനിലെ രാത്രികളെ ഉറക്കമൊഴിച്ച് പകലുകളിൽ പരിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി എവിടെയൊക്കെ നന്മകൾ ചെയ്യാൻ അവസരമുണ്ടോ ആ നന്മകളെല്ലാം ചെയ്യും. അങ്ങനെയാണ് അവർ പ്രവർത്തിച്ചത്. ഫൈദാ ഖറജ റമദാൻ, എന്നാൽ റമദാൻ അങ്ങ് കടന്നുപോയാലോ, റമദാൻ എങ്ങാനും നീങ്ങിപ്പോയാലോ തറക്കൂ, അവരെല്ലാം ഒഴിവാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. പിന്നീട് അവർക്ക് ആ നമസ്കാരങ്ങളില്ല, അതേപോലെയുള്ള അമലുകൾ വിവാദത്തുകളില്ല. അവരെക്കുറിച്ച് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു എന്നാണ്, ബിഅ്സൽ ഖൗം, അവരെത്ര മോശപ്പെട്ട ജനതയാണ്, എത്രമാത്രം അധപ്പതിച്ചു പോയ ജനതയാണ്. ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫീ റമദാൻ, അവർ റമദാനിൽ മാത്രമാണോ അള്ളാഹുവിനെ അറിയുന്നത്? റമദാനിലല്ലാതെ അവർ അള്ളാഹുവിനെ കുറിച്ച് അറിയുന്നില്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളവരാണോ നമ്മൾ എന്നുള്ളതാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം റമദാനിൽ മാത്രമായി അള്ളാഹു പ്രത്യേകമായി നിലകൊള്ളുകയും കർമ്മങ്ങൾ നോക്കുകയും റമദാൻ കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു ഒന്നും നോക്കൂല എന്ന ചിന്തയാണോ അവർക്കുള്ളത്? അതുകൊണ്ട് തന്നെയാണ് അവർ ബിഅ്സൽ ഖൗം, അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ളൊരു ജനവിഭാഗമാണ് എന്ന് പറഞ്ഞത്. മറിച്ച് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരാധനകൾക്കും ഇബാദത്തുകൾക്കും ഏതെങ്കിലും ഒരു കാലയളവുണ്ടോ? ഏതെങ്കിലും ഒരു സമയം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടോ? നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് യഖീനെത്തുന്നത് വരെ, ഉറപ്പെത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടേയിരിക്കണം. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും, വഖൗലുഹു വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന വചനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, ഖാല സാലിം അൽ മൗത്ത്, യഖീൻ എന്ന് പറയുന്നത്, ഉറപ്പ് എന്ന് പറയുന്നത് എന്താ? മരണമാണെന്നാണ്. ആ മരണം എത്തുന്നത് വരെയും അവൻ ആരാധനകളിലും ഇബാദത്തുകളിലും മുഴുകണം. എപ്പോഴാണ് ഒരു വിശ്വാസിക്ക് അമലുകളിൽ നിന്ന് വിരാമമുള്ളത്? എപ്പോഴാണ് ഒരു വിശ്വാസിക്ക് അവന്റെ അമലുകൾ അവസാനിപ്പിക്കാൻ പറ്റുന്നത്? അവന് മരിക്കൂ, അവൻ മരണപ്പെട്ടു, അവന്റെ മരണമാണ് എന്ന് ഉറപ്പിക്കുന്ന സമയം വരെ. അതുകൊണ്ടാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രയാസകരമായ സമയത്ത്, അസുഖബാധിതനായിരിക്കുന്ന സമയത്ത് പോലും നമസ്കാരങ്ങൾക്ക് വേണ്ടി പള്ളിയിലേക്ക് വന്നത്. നമ്മൾ എത്ര പ്രാവശ്യം കേട്ട ചരിത്രമാണ്, പല ആവർത്തി നമ്മൾ പറഞ്ഞ ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഇശാ നമസ്കരിക്കുവാൻ വേണ്ടി ഒളുവെടുത്തു. ഒളുവെടുത്തിട്ട് പള്ളിയിലേക്ക് വരാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ ബോധം കെട്ട് വീഴാണ്. വീണ്ടും എണീക്കും, വീണ്ടും ഒളുവെടുക്കും. അങ്ങനെ 3 പ്രാവശ്യം അങ്ങനെ ആയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നമസ്കരിക്കാൻ പറയാൻ. 2 സഹാബിമാരുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിലേക്ക് വന്നു എന്നും പ്രവാചകന്റെ റൂം മുതൽ പ്രവാചകന്റെ മിഹ്റാബ് വരെയുള്ള ആ ഭാഗത്ത് പ്രവാചകന്റെ തള്ളവിരലുകളുടെ പാട് കാണുന്നാണ് പറഞ്ഞത്. അങ്ങനെ വേച്ചു വന്നു എന്നാണ്, വലിച്ചുകൊണ്ടേയിരുന്നു സഹാബിമാര് ചെയ്തത് എന്നാണ്, നടക്കാൻ പോലും കഴിയാതെ. പല ആവർത്തി പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ട് നിങ്ങൾ അമല് ചെയ്യുന്നത്? കാലിൽ നീര് വെക്കുമാറ് പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ എന്തിനാണങ്ങ്
അമലുകൾ ഇബാദത്തുകൾ ചെയ്യുന്നത്? നിങ്ങളുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനല്ലേ? എല്ലാ തരത്തിലുമുള്ള നന്മകളിലേക്കും മുന്നേറുന്നവരല്ലേ? പിന്നെന്തിനത്ര കഷ്ടപ്പെടുന്നത്? അഫലാകൂന അബ്ദൻ ശക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന് ചോദിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ മരണം വരെയും അമലുകളും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടി. അപ്പൊ നമുക്ക് തോന്നി ഇടയ്ക്കൊരു റമദാൻ വരുമ്പോ ഒന്ന് ഉഷാറായി, ഒന്ന് ജീവൻ വെച്ച് അമലുകൾ ഇബാദത്തുകളൊക്കെ ചെയ്താൽ അത് മതിയാകുമെന്ന ചിന്തയാണോ നമുക്കുള്ളത്? മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു റജബ് റഹിമഹുല്ല പറയുന്നുണ്ട്, അമലുൽ മുഅ്മിനി ലാ യൻഖലി ഹത്താ യഅതീഹി അജലുഹു. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾക്കൊരു വിരാമമില്ല, അവന്റെ അമലുകൾ അവസാനിക്കുന്നില്ല. ഹത്താ യഅതീഹി അജലുഹു, അവന്റെ അടുക്കലേക്ക് അവന്റെ അവധി എത്തിച്ചേരുന്നതുവരെ. മറ്റൊരു സംഭവം നമുക്കാണ്. ഹസനുൽ ബസരി റഹിമഹുല്ല പറയുന്നു, ഇന്നല്ലാഹ ലം യജ്അലിൽ അമലൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ അമലുകൾക്ക് അല്ലാഹു ഒരു അവധിയും നിശ്ചയിച്ചിട്ടില്ല. എവിടെ വരെ അല്ലാതെ? അജലൻ ദൂനൽ മൗത്ത്, മരണം ഒഴികെയല്ലാതെ. മരിച്ചാ പിന്നൊന്നും ചെയ്യണ്ട, മരണപ്പെട്ടാ പിന്നെ അമലുകളും ഇബാദത്തുകളും ഇല്ലല്ലോ. അതുവരെ അവനൊരു അവധിയുമില്ല. അവന്റെ അമലുകൾക്ക് ഇടതടവില്ലാത്ത രീതിയിൽ അവൻ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നമുക്കറിയാൻ സാധിക്കും, റമദാനിൽ മാത്രം നന്നായ ആളുകൾ, റമദാനിൽ മാത്രം അമലുകളും ഇബാദത്തുകളും ചെയ്ത ആളുകൾ, അവരെക്കുറിച്ച് കൃത്യമായി തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, അവർക്ക് ശരിക്കും നഷ്ടമാണെന്നാണ്. അവർക്ക് ശരിക്കും നഷ്ടമാണ്. എന്താ? റമദാനിൽ അവര് കുറെ അമലുകളും ഇബാദത്തുകളൊക്കെ ഉണ്ടാക്കി, എന്നിട്ടോ റമദാനിന് ശേഷമില്ല, റമദാനിന് മുമ്പുമില്ല. അവരുടെ കാപ്പട്യമാണ് അവിടെ വെളിവാകുന്നത് എന്നാണ് പറയുന്നത്. കാപ്പട്യമാണ് വെളിവാകുന്നത്. കാരണം എന്താ? റമദാനിൽ മാത്രമേ നന്നാവുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകളുണ്ട്, അവരുടെ സ്വഭാവം എന്താണ്? യാമൻ വഫാ റമദാന അലാ അഹ്സനി ഹാലിൻ, റമദാനിനെ അവർ ഏറ്റവും നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്തതെന്നാണ്. റമദാനിനെ ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിച്ചു. അമലുകളിലൂടെ, ഇബാദത്തുകളിലൂടെ, നോമ്പിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ, ധാരാളമായി നന്മകളിലൂടെ റമദാനിനെ അവർ കൃത്യമായി ഉപയോഗിച്ചു. എന്നിട്ടോ ലാ തതഗയ്യറു ബഅദഹു ഫീ ശവ്വാൽ, ശവ്വാലിലും അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. എങ്ങനെയാണ് റമദാനിൽ ഉണ്ടായത്? അതുപോലെ തന്നെയായിരുന്നു ശവ്വാലിലും അവരുണ്ടായത്. റമദാനിന് ശേഷം അവരുടെ ജീവിതത്തിൽ അമലുകളിലും ഇബാദത്തുകളിലും അവർ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും പറയാൻ സാധിക്കണം, നമ്മളോട് ഓരോരുത്തരോടും നമ്മൾ ചോദിക്കണം, ഞാൻ റമദാനിൽ മാത്രം അല്ലാഹുവിനെ ഭയപ്പെട്ടവനായിരുന്നു, റമദാനിലുണ്ടായിരുന്ന സൂക്ഷ്മതയും റമദാനിലുണ്ടായിരുന്ന ഈമാനും ഇഖ്ലാസും തഖ്വയുമൊക്കെ എനിക്കിപ്പോഴുമുണ്ടോ? അതല്ല റമദാനോടുകൂടി അതെല്ലാം കഴിഞ്ഞു പോയിട്ടുണ്ടോന്ന് നമ്മളൊന്ന് സ്വയം പരിശോധിച്ചാൽ മതിയല്ലോ. നമ്മുടെ മൊബൈലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ റമദാനിലുള്ളതുപോലെ തന്നെയാണോ? എന്തേ പിന്നെ അവിടെ ഒരു മാറ്റം വന്നത്? അള്ളാഹുവിന്റെ നിരീക്ഷണവും നോട്ടവും നമ്മളിൽ നിന്ന് തിരിച്ചു വച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ നമുക്കൊരു ചിന്തയും വേണ്ട. ഓരോ സമയത്തും നിരീക്ഷണമുണ്ട്. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, മലക്കുകളുടെ നോട്ടമുണ്ട്. അള്ളാഹുവിന്റെ കാഴ്ച വെട്ടിച്ചുകൊണ്ട്, അവന്റെ നോട്ടത്തെ തെറ്റിച്ചുകൊണ്ട് നമുക്കൊരു അമലും ഒരു ഇബാദത്തും ഒരു പ്രവർത്തനവും ചെയ്യാൻ കഴിയുകയില്ല. അത് റമദാനിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചോദിക്കുക, എന്നോട് ചോദിക്കേണ്ട ചോദ്യം, ഞാൻ ചോദിക്കേണ്ട ചോദ്യം, റമദാനിലുള്ള പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? മഹാഭൂരിഭാഗത്തിന്റെ ഉത്തരം അല്ല എന്നുള്ളതാണ് എന്നതാണ് പ്രകടമായ തെളിവുകളിൽ നമ്മൾ കാണുന്നത്. പ്രകടമായ തെളിവുകളിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ആയുസ് അങ്ങനെ ഓരോ ദിവസമായി ചുരുങ്ങി ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരു റമദാൻ വന്നു കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല. ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്തതിനെ കളങ്കപ്പെടുത്തിയാൽ, നഷ്ടപ്പെടുത്തിയാൽ നമ്മളെപ്പോലെ വേറെ നഷ്ടക്കാരുണ്ടാവോ? നമ്മളൊക്കെ പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റിയ ആളുകൾ, ചേർത്ത് വെച്ച ആളുകൾ. ഓരോ സമയവും നിസ്കാരത്തിന്റെ ഇടയിൽ ഒരു മിനിറ്റ് കിട്ടിയാൽ അപ്പോൾ പോലും നമ്മൾ ഖുർആൻ എടുത്ത്, അതേപോലെ തന്നെ നമസ്കാര ശേഷം കുറച്ചു നേരെങ്കിലും ഖുർആൻ ഓതി, ആ നിലക്ക് കിട്ടുന്ന സമയമെല്ലാം ഖുർആൻ പാരായണത്തിന് വേണ്ടി ഉപയോഗിച്ചവരാണ്. നമ്മൾ ആത്മാർത്ഥമായി ഒന്ന് ചോദിക്കുക, നമ്മളോട് സ്വയം ഒരു വിലയിരുത്തലിന് വേണ്ടി ചോദിക്കുക. റമദാൻ കഴിഞ്ഞതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഖുർആൻ എടുത്തു നോക്കിയിട്ടുണ്ടോ?
ഒരു വരിയെങ്കിലും ഖുർആനിൽ നിന്ന് ഓതിയിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കാം. ഇന്ന് സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തായിട്ടുള്ള ദിവസം, ഇന്നെനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? പിന്നെ നമ്മൾ പറയാം റമദാൻ ഞാൻ 4 വട്ടം ഓതി തീർത്തു, 5 പ്രാവശ്യം ഞാൻ ഖത്തം തീർത്തു. അല്ലെ, റമദാനിന് ശേഷം എവിടെ? റമദാനിലേക്ക് മാത്രമായാണോ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തെ അള്ളാഹു ചുരുക്കിയിട്ടുള്ളത്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണത്. നമ്മുടെ ഖുർആൻ പാരായണം സ്ഥിരമായി നടക്കേണ്ട, എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാകേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, അഹബ്ബുൽ അഅ്മാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാ? കുറേ അമലുകൾ വാരി വലിച്ച് ചെയ്യാന്നുള്ളതല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് എന്ന് പറയുന്നത് അവൻ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ്. അദ്വഹും അങ്ങനെ തുടർത്തി കൊണ്ടുപോകും, എപ്പോഴെങ്കിലും ചെയ്യുന്നല്ല, തുടർച്ചയായി ചെയ്യുന്ന കാര്യങ്ങളാണ്. വൈൻ കല്ല, അത് കുറച്ചാണെങ്കിലും. നമ്മൾ റമദാനിൽ 3 പ്രാവശ്യവും 4 പ്രാവശ്യമൊക്കെ ഖുർആൻ ഓതി തീർത്തു. എന്നാൽ ഒരാള് ഒരു ദിവസം അരപ്പേജ് ഓതുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 10 ആയത്താണ് അയാളുടെ കണക്ക്, എല്ലാ ദിവസവും അതുണ്ടെങ്കിൽ അള്ളാഹുവിനത് കൂടുതൽ ഇഷ്ടമാണെന്നാണ്. അതിനർത്ഥം കൂടുതലായിട്ട് ഓതുന്നതിനെ നിരുത്സാഹപ്പെടുത്തണം എന്നല്ല. അങ്ങനെ സമയവും സാഹചര്യം കിട്ടുമ്പോൾ, പ്രത്യേകിച്ച് റമദാനിലൊക്കെ കൂടുതലായി നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സമയം, അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ചധികം ഓതും. എന്നാൽ റമദാൻ കഴിയുന്നതോടുകൂടി പിന്നെ അടുത്ത റമദാനിലേക്കാണ് ഖുർആൻ തുറക്കേണ്ടത് എന്ന ധാരണയാണ് പലപ്പോഴും നമ്മളെ വേട്ടയാടുന്നത്. ഖുർആനിൽ നിന്ന് അകന്നു പോകുന്ന ആളുകളെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞത് എപ്പോഴെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഖുർആന്റെ ആളുകളാവുക. എന്നാലോ ആ അവസരങ്ങൾ, സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഖുർആനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളൊക്കെ ഒരു സമാധാനത്തിൽ, ഒരു വലിയ ആത്മവിശ്വാസത്തിൽ അങ്ങനെ കഴിഞ്ഞു പോകുക. നല്ലൊരു റമദാൻ ധന്യമാക്കി കുറെ അമലുകൾ, ഇബാദത്തുകളൊക്കെ ചെയ്തു, അത് മതി എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. കുറെ ആയി എന്ന് നമ്മൾ സ്വയം തോന്നാൻ. പക്ഷേ അമലുകൾ നമുക്ക് എത്ര തന്നെ ഉണ്ടായാലും അത് അധികമാവുകയില്ല നമുക്കറിയാം. മാത്രവുമല്ല, അമലുകൾ നഷ്ടപ്പെട്ടു പോകുന്ന ധാരാളം പ്രവർത്തനങ്ങളിലേക്ക് പിന്നീടുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റമദാനിൽ നമ്മളൊരു ചട്ടക്കൂടിനുള്ളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവൾ പ്രത്യേകമായൊരു തണലിൽ നിൽക്കാൻ, പിശാചുക്കളെ കെട്ടിയിടപ്പെട്ട കാലഘട്ടമാണ്. നോമ്പുകാരൻ എന്ന നിലക്ക് അവന് സൂക്ഷ്മതയുണ്ട്, റമദാൻ എന്ന നിലക്ക് ആ പവിത്രതയിൽ അവനൊരു ബോധമുണ്ട്. പക്ഷെ അതെല്ലാം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അവൻ കാണുന്ന കാഴ്ചകൾ, അതേപോലെ തന്നെ അവൻ ഇടപെടുന്ന ആളുകൾ, നോമ്പില്ലാത്തവന്റെ സമയം, റമദാനല്ലാത്ത കാലം, സ്വാഭാവികമായും ചതിക്കുഴികളുമായി കാത്തിരിക്കുന്ന പിശാചിന്റെ വലയിലേക്ക് അവൻ എത്രയും പെട്ടെന്ന് ഓടിച്ചെല്ലാനുള്ളൊരു തോന്നലുണ്ടാവും. പലപ്പോഴും നമ്മളെ തടഞ്ഞത് നമ്മളെ നോമ്പാണ്. പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തിയത് റമദാനാണല്ലോ എന്ന ചിന്തയാണ്. ആ ചിന്ത മാഞ്ഞു പോകുന്നു. നോമ്പുകാരനല്ലാത്ത, റമദാനല്ലാത്ത ഒരു കാലഘട്ടം വരുമ്പോ, ഒരു സമയം വരുമ്പോ സ്വാഭാവികമായിട്ടും തെറ്റുകളിലേക്ക് കൂടുതലായിട്ട് ചാഞ്ഞു പോകും. കാരണം പിശാച് അതിനുവേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണല്ലോ. അല്ലാഹു പറഞ്ഞല്ലോ, ഇന്ന ശൈത്വാന അദുവ്വുൻ ലക്കും ഫത്തഖിദൂഹു അദുവ്വ. പിശാച് നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്. ആ ശത്രുവിനെ നിങ്ങൾ കരുതിയിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നോമ്പിലൂടെ നമ്മൾ ട്രെയിനിങ് ചെയ്തത്. നോമ്പിലൂടെ നമ്മൾ പ്രത്യേകമായ ഒരു ആർജവം, അതേപോലെ തന്നെ ഒരു ഊർജം നമ്മൾ നേടിയെടുത്തത് അതിനാണ്. റമദാൻ അല്ലാത്ത കാലഘട്ടത്തിൽ ആ പിശാചിനെ നേരിടാൻ അതിനുള്ള ചങ്കൂറ്റം നമുക്കുണ്ടാകണം. പിശാച് ക്ഷണിക്കുന്നിടത്തുകൂടി നമ്മൾ പോകുകയാണ്. ചില ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അവർ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റുന്നു. വിശ്വാസികളോട് ഉണർത്തി, നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. പിശാചിന്റെ വഴികളിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കർമ്മങ്ങളുണ്ടല്ലോ, നമ്മൾ നോറ്റ നോമ്പുകൾ, നമ്മുടെ നമസ്കാരങ്ങൾ, ആ കാര്യങ്ങളൊക്കെ തുടർത്തിക്കൊണ്ടുപോകുവാൻ, നഷ്ടം പറ്റാതെ കൊണ്ടുപോകാൻ അവിടെ പിശാചിന്റെ ഇടപെടലുകളെ തിരിച്ചറിയാൻ നമ്മൾ തയ്യാറാകുന്നതോടൊപ്പം അള്ളാഹുവിനോട് ആത്മാർത്ഥമായ പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ അമലുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ള വിഷയം, സഹാബിമാർ റമദാനിന് ശേഷം 6 മാസക്കാലത്തോളം അവര് പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്, പടച്ചോനെ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്നുള്ളതാണ്. ഒരിക്കലും നോമ്പിന്റെ ചൈതന്യത്തെ തച്ചുടക്കുന്ന തരത്തിലുള്ള പ്രവർത്തനമാകരുത്. നമ്മൾ പറഞ്ഞൊരു ഭ്രാന്തിയുടെ കഥയുണ്ടല്ലോ. മക്കയിൽ ജീവിച്ചിരുന്നൊരു ഭ്രാന്തി, അവളിങ്ങനെ
നൂലുകൾ കൊണ്ട് ചകിരികൾ കൊണ്ട് വലിയ കയറ് പിരിച്ചുണ്ടാക്കിയിട്ട് വൈകുന്നേരമാകുമ്പോൾ ആ കയറ് മൊത്തം ഉടച്ചു കളയും, എന്നിട്ട് അത് കണ്ടിങ്ങനെ ചിരിക്കും എന്ന് പറഞ്ഞ അവസ്ഥയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ റമദാനിന്റെ എല്ലാ ചൈതന്യങ്ങളും നേട്ടങ്ങളും അവിടെ നേടിയെടുത്തുള്ള സകലമാന ആരാധനാകർമ്മങ്ങളും ഇബാദത്തുകളുമെല്ലാം തച്ചുടച്ചു കളയുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ കേട്ട് കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള ഉപദേശങ്ങളും കേട്ടു. ക്ലാസുകളായിട്ട്, ഖുതുബകളായിട്ട്, റമദാനിൽ പ്രത്യേകമായി ദിവസങ്ങളിലുള്ള ക്ലാസുകളായിട്ട് ഒക്കെ തന്നെയും ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ കേട്ടു. പക്ഷേ പലപ്പോഴും ആ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നില്ല, ആ ഉപദേശങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല. മൂപ്പരിപ്പം അങ്ങനെയൊക്കെ പറയാം, പക്ഷെ അത് നമ്മൾ എടുക്കേണ്ടതില്ലല്ലോ എന്നുള്ള നിലയിലാണ് പലപ്പോഴും സമീപനങ്ങൾ വരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയ വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷിതാവിന്റെ അടുക്കൽ അവർ തലകുനിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗമുണ്ട് എന്നാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ എല്ലാവരും, പ്രത്യേകിച്ച് കുറ്റവാളികൾ, അവരുടെ തല താഴ്ത്തി നിൽക്കും, തല ഉയർത്താൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് അവർ പറയുന്ന റബ്ബന അബ്സർന വസമിഅന, പടച്ചോനെ ഞങ്ങൾ നേരിട്ട് കണ്ടു, അല്ലാഹുവേ ഞങ്ങൾ നേരിട്ട് കേട്ടു, അതുകൊണ്ട് ഫർജിഅനാ നഅമൽ സ്വാലിഹ, പടച്ചോനെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ, ഒരു മടക്കം കൂടി ഞങ്ങൾക്ക് നൽകുമായിരുന്നുവെങ്കിൽ, നഅമൽ സ്വാലിഹ, അല്ലാഹുവേ ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഇന്നാ മൂഖിനൂൻ, ഞങ്ങൾ വെറും വിശ്വാസികളല്ല, ഞങ്ങൾ ദൃഢവിശ്വാസികളായി പടച്ചോനെ എന്നാണ്. എത്രയെത്ര ഉപദേശങ്ങളാണ് നമ്മൾ കേട്ടത്, എത്രയെത്ര പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമാണ് നമ്മൾ കേട്ടത്. അവിടെ ഒന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അവിടെ എത്തിയപ്പോ അള്ളാഹുവിന്റെ ശിക്ഷകളെ നേരിട്ട് കണ്ടപ്പോ, അവിടെയുള്ള നരകത്തിന്റെ ആർത്തുള്ള കരച്ചിലുകൾ, ഘോരമായ ശബ്ദങ്ങൾ അവർ കേട്ടപ്പോ അവർക്ക് ബോധ്യായി. അപ്പോഴാ അവർക്ക് തിരിഞ്ഞത്. അവ പറയാ, പടച്ചോനെ ഒന്ന് മടക്കിത്തരോ, നഅമൽ സ്വാലിഹ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ, ഞങ്ങൾ ഒഴിവാക്കിയ ദാനധർമ്മങ്ങൾ, നോമ്പുകൾ, മറ്റാരാധനാകർമ്മങ്ങൾ എല്ലാം തന്നെ ഞങ്ങൾ ചെയ്തോളാം പടച്ചോനെ എന്നവർ പറയും. അല്ലാഹുവിന്റെ മറുപടി വലൗ ശിഅനാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരെയും, ഓരോ ആത്മാക്കളെയും സൽക്കർമ്മകാരികളിൽ, സന്മാർഗകാരികളിൽ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വലാകിൻ ഹഖൽ ഖൗലു മിന്നി, എന്റെ ഭാഗത്തുനിന്ന് നേരത്തെ തന്നെ ഒരു വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. ലഅംലഅന്ന ജഹന്നം, നരകത്തെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ജനങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ജിന്നുകളിൽ നിന്നും മനുഷ്യരിലും പെട്ട ആളുകളെ കൊണ്ട് ഞാൻ നരകത്തെ നിറക്കുമെന്ന വാക്ക് അത് നേരത്തെ സ്ഥിരപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്ക്, യൗമ നഖൂലു ലി ജഹന്നം ഹലിം തലഅത്, നരകത്തോട് ചോദിക്കുന്ന, നരകം നിനക്ക് നിറഞ്ഞോ, നരകമേ നിനക്ക് നിറഞ്ഞോ, മതിയായോ എന്ന് ചോദിക്കുമ്പോൾ നരകം പറയുന്ന ഹൽമിൻ മസീദ്, ഇനിയുണ്ടോ, ഇനിയുണ്ടോ, പോന്നോട്ടെ എന്നാണ് പറയുന്നത്. അല്ലാഹു പറയാം, നരകത്തെ ഞാൻ നിറച്ചു കൊടുക്കും. എത്ര വലിയ നരകമാണ്! ആ നരകത്തെ നിറക്കാൻ, നരകത്തിന്റെ വിറകുകളായി, നരകത്തിന്റെ ഇന്ധനമായി ആളുകൾ മാറാനുള്ള കാരണം എന്താ? അവർ കേട്ടതിനൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ആലോചിച്ച് നോക്കൂ, പള്ളികളിൽ ജമാഅത്തുകൾ നടക്കുമ്പോ, നമസ്കാരങ്ങൾ നടക്കുമ്പോ, അതേപോലെ തന്നെ വെള്ളിയാഴ്ചകളിലെ ഉപദേശങ്ങൾ നടക്കുമ്പോ അതിലൊന്നും പങ്കെടുക്കാതെ, അതിലൊന്നും കയറിയിരിക്കാൻ തയ്യാറാകാതെ, അത്തരം ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതെ, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇതിലെ കേട്ട് ഇതിലെ വിടാന്ന് പറയും, ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ വിടുക എന്ന രീതിയിലുള്ള സ്വഭാവവുമായി നടന്ന ആളുകൾ, അവരോട് അല്ലാഹു പറയുന്ന വദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ ഇന്നാ നസീനാകും ഫദൂഖൂ ബിമാ നസീതും ലിഖാ യൗമികും ഹാദാ. ഇന്നത്തെ ഈ കണ്ടുമുട്ടലുണ്ടല്ലോ, അല്ലാഹുവുമായുള്ള ആ കണ്ടുമുട്ടലുണ്ടല്ലോ, ആ കണ്ടുമുട്ടലിനെ നിങ്ങൾ മറന്നു കളഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നാ നസീനാകും, ഞാനിതാ നിങ്ങളെയും മറന്നിരിക്കുന്നു. ഫദൂഖു അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമായി ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടും. എന്തായാലും അവിടെ വെച്ചവര് ഓരോരുത്തരും ചിന്തിക്കുന്ന, അല്ലാഹു പറയുന്നുണ്ട്, വഖാലു ലൗ കുന്നാ നസ്മഉ
ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. നരകത്തിന്റെ വക്താക്കളായ ആളുകൾ, നരകത്തിന്റെ അവകാശികളായി തീരുന്ന ആളുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ പറയുന്ന കാര്യമാണ്. വഖാലൂ ലൗ കുന്നാ നസ്മഉ, പടച്ചവനെ ഞങ്ങളെങ്ങാനും ആ ഉപദേശങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ആ ഉപദേശങ്ങൾക്ക് ചെവി കൊടുത്തിരുന്നുവെങ്കിൽ, ഔ നഅഖിലു ഞങ്ങളൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ഈ അവസ്ഥയിൽ ഉണ്ടാവുകയില്ല, നരകത്തിന്റെ ആളുകൾ ഞങ്ങൾ പെടുമായിരുന്നില്ല. അപ്പോഴൊന്നും പറയുമ്പോഴും കേൾക്കുമ്പോഴും ആ ബോധമുണ്ടായിരുന്നില്ല. അവസാനം മരണം പിടിപെട്ടപ്പോ, നരകത്തിന്റെ ശിക്ഷകളെ അവൻ മുഖാമുഖം കണ്ടപ്പോ അവന് ബോധ്യമായി ഇനിയൊരു രക്ഷയില്ല. അവിടെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. കേൾക്കുന്ന ഉപദേശങ്ങളെ ചെവി കൊടുക്കുവാൻ, ചിന്തിക്കുവാൻ, അതിൽ നിന്ന് നല്ലതിനെ സ്വീകരിക്കുവാൻ തയ്യാറാകുന്നവർക്കാണ് സന്തോഷ വാർത്ത. ഫബശ്ശിർ ഇബാദ് അല്ലദീന യസ്തമിഊനൽ ഖൗല വയത്തബിഊന അഹ്സന. സന്തോഷ വാർത്തയുള്ളതായിരിക്കാം. ഫബശ്ശിർ ഇബാദ്, അല്ലാഹുവിന്റെ അടിമകളിൽ നിന്ന് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുന്ന ആളുകൾ ആരാണ്? അല്ലദീന യസ്തമിഊനൽ ഖൗല, അവർ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കും. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കും. എന്നിട്ടോ അതിൽ നിന്ന് ഏറ്റവും നല്ലതിനെ അവർ പിൻപറ്റും. വെറുതെ കേട്ടാ പോരാ. അതിപ്പോ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നുണ്ട്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും വരുന്നുണ്ട്, ഒക്കെ കേൾക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഹൃദയം കൊണ്ട് കേൾക്കാൻ ആവശ്യപ്പെടുന്നു, ഹൃദയം കൊടുത്ത് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞപ്പോ എന്തേ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാത്തത്? ഖുർആൻ ഓതുന്നതും കേൾക്കുന്നതും വായിക്കുന്നതും നമ്മുടെ ഹൃദയം കൊണ്ടാകണമെന്ന. അമ്മല ഖുലൂബിൻ അഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയത്തിന് വല്ല പൂട്ടുമിട്ട് പൂട്ടിയിരിക്കുകയാണോ? ആരും ഇങ്ങോട്ട് കയറണ്ടെന്ന് വിചാരിച്ച് വലിയ പൂട്ടിട്ട് പൂട്ടിവെച്ചിരിക്കുക. ഇഞ്ഞിവിടക്ക് എന്തും പറഞ്ഞിട്ട് കാര്യമില്ല, ഇഞ്ഞിവിടെ എന്തും നിങ്ങളെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. അതാണ് അവസ്ഥയായി വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയം തുറന്നു വെക്കണം. നന്മകളുടെ മുമ്പിൽ, ഉപദേശങ്ങൾക്ക് മുമ്പിൽ ഹൃദയത്തെ തുറന്നുവെച്ച്, ചെവി കൊണ്ടത് കേട്ട്, ഹൃദയം കൊണ്ട് ചിന്തിച്ച്, നമ്മുടെ ശരീരം കൊണ്ടതനുസരിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് വിജയം ഉണ്ടാവൂ. ഇല്ലെങ്കിൽ നാളെ പരലോകത്ത് നേരത്തെ പറഞ്ഞ ഖേദിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകും. അല്ലാഹു ഒരു മടക്കം കൂടി തരുമോ? ഒന്നും കൂടി ഭൂമിയിലേക്ക് പോയി വരാൻ ഒരവസരം തരുമോ? ഞാനൊന്ന് നന്നായിക്കോളാം, ഞാൻ നല്ല വിശ്വാസിയായിക്കോളാം. ഇപ്പൊ പറയുന്നത് ഞാൻ നിരീശ്വരവാദിയാണ്, ഞാൻ നിസ്കാരമൊന്നുമില്ല, എനിക്ക് നോമ്പൊന്നുമില്ല, എനിക്ക് പടച്ചോനൊന്നുമില്ല എന്ന് പറയുന്ന അതേ ആള് പറയുന്നതാണെന്ത്? ഫർജിഇനാ നഅമൽ സ്വാലിഹ ഇന്നാ മൂഖിനൂൻ. പടച്ചോനെ ഒരു മടക്കം കൂടി തരികയാണെങ്കിൽ ഞാൻ പോയിട്ട് നന്നായി വരാം, ഞാനിപ്പോ ദൃഢവിശ്വാസിയായിട്ടുണ്ട്, എന്റെ നിരീശ്വരവാദവും എന്റെ സ്വതന്ത്ര ചിന്തയൊന്നും ഇപ്പല്ല, അതൊക്കെ ഞാൻ വിട്ടു. നരകം നേരെ കാണില്ലേ, അള്ളാന്റെ ശിക്ഷ നേരെ കാണില്ലേ? പക്ഷെ അതിനു മുമ്പ് പടച്ചറബ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ അങ്ങ് വരാനുണ്ട്, അതിനു മുമ്പേ നന്നായിക്കോളി, അതിനു മുമ്പേ നന്നായിക്കോളി. നമ്മൾ ഒരിക്കലും റമദാനിലുള്ള പോലെ അത്ര ആവേശത്തിൽ, അത്ര രീതിയിലൊന്നും നമുക്ക് ചിലപ്പം റമദാനിന് ശേഷം ചെയ്യാൻ പറ്റിക്കോളുന്നില്ല. പക്ഷേ എന്നാലും ഉണ്ടല്ലോ 5 നേരത്തെ നിസ്കാരെങ്കിലും, ഒന്നുമില്ലെങ്കിൽ ജമാഅത്തുകളെങ്കിലും കൃത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കണം. നമ്മളെല്ലാവരും ആവർത്തിച്ച് കേട്ട, പലതവണ പറഞ്ഞ കാര്യമാണ്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിൽ വന്നുകൊണ്ടല്ലാത്ത നമസ്കാരങ്ങൾ സ്വീകാര്യമല്ല കാരണങ്ങളില്ലാതെ. കാരണം കൃത്യമായിട്ട് പറഞ്ഞിട്ട്, യാത്രാരോഗം, യാത്രയിലോ രോഗത്തിലോ ആണെങ്കിൽ അവന് പള്ളിയിൽ വരേണ്ടതില്ല. രോഗം എന്ന് പറഞ്ഞാൽ പള്ളിയിലേക്ക് വരാൻ പ്രയാസമുള്ള തരത്തിലുള്ള രോഗം, അതല്ലാത്ത വേറൊരു കാരണവുമില്ല. അങ്ങനെയല്ലാത്തവൻ നിസ്കരിച്ചിട്ട് ഒരു കാര്യമല്ല. മൻ സമിഅ നിദാ ഫലം യജിബ്, ഒരാൾ ബാങ്ക് കേൾക്കുന്നു, ആ ബാങ്കിന് അവൻ ഉത്തരം നൽകുന്നില്ല എങ്കിൽ ഫലാ സ്വലാത്ത ലഹു, അവന് നിസ്കാരമില്ല എന്നാണ് പറഞ്ഞത്. അവൻ ചിലപ്പോൾ കുത്തി മറിഞ്ഞിട്ടുണ്ടാവും, അത് ചിലപ്പോൾ അവന്റെ ഊരക്കോ മുട്ടുംകാലിനൊക്കെ ഉള്ള ഒരു എക്സസൈസ് ആയിട്ട് അത് മാറുന്നല്ലാതെ നിസ്കാരമായിട്ട് അത് അല്ലാഹു പരിഗണിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ പള്ളികൾ റമദാനിൽ സജീവമായ പോലെ ജമാഅത്തുകൾക്ക് സജീവമാകണം. അതേപോലെ തന്നെ തുടർന്നു പോകണം. അടുത്ത റമദാൻ വരെയും അത് തുടരണം. കേവലമായി റമദാനിൽ മാത്രം പൊടി തട്ടിയെടുക്കുന്ന ഈമാനുമായി, അതേപോലെ തന്നെ ഒന്ന് തട്ടിക്കൂട്ടിയ അമലുകളുമായി പടച്ച റബ്ബിന്റെ കോടതിയിൽ നമുക്ക് പോകാൻ കഴിയില്ല. നമ്മളൊക്കെ റമദാനിന്റെ ആളുകളായി, അല്ലെ, റമദാനികൾ എന്ന് പറഞ്ഞല്ലോ, റമദാനിൽ മാത്രം നന്നായ ആള്, ആ കൂട്ടത്തിൽ നമ്മളൊക്കെ എഴുതിത്തള്ളും പടച്ചോൻ, നമ്മളെ സ്വീകരിക്കുകയില്ല. റമദാനിൽ പെട്ട ഏത് വൃത്തികെട്ടവനും നന്നാവും.
അതാണ് അതിന്റെ അവസ്ഥ. എത്ര മോശമുള്ളവനും നോമ്പായാണ്ടൊരു നന്നാകല്, റമദാനായൊരു നന്നാകലുണ്ട്, ആ കൂട്ടത്തിലെ നമ്മളെയും പെടുത്തുള്ളൂ. അതുകൊണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആരാധനാകർമ്മങ്ങളും ജമാഅത്തുകളും മറ്റെല്ലാം റമദാനിൽ എന്ന പോലെ തുടർത്തിക്കൊണ്ടുപോകുവാൻ, മരണം വരെയും വിശ്വാസികളായി സൽക്കർമ്മകാരികളായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള അവസരം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ യുഹിബ്ബു റബ്ബുനാ വയർളാ വഉസല്ലി വഉസല്ലിമു അലൽ മബ്ഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ നാട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയം വഖഫ് ബില്ലിന്റെ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി, അവകാശത്തിന്റെ ഭാഗമായി ഓരോ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ അതിനാവശ്യമായിട്ടുള്ള ആരാധനാലയങ്ങൾ, മതപഠനശാലകൾ നിർമ്മിക്കുവാൻ അതിനൊക്കെയുള്ള നിയമം ഇവിടെ നിലവിലുണ്ട്. ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ്. അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ മുൻഗാമികളായ ആളുകൾ അവരുടെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തതാണ്. ആ സ്വത്തുക്കൾ ആരെങ്കിലും അനാവശ്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും അതിനെതിരെ നടപടി ഉണ്ടാവുകയും അതിനാവശ്യമായ കാര്യങ്ങളുമൊക്കെയായിട്ട് മുന്നോട്ട് പോകണം. അതിലൊന്നൊരു സംശയമില്ല. പക്ഷേ അത്തരം അവകാശങ്ങൾക്ക് മേൽ ഭരണകൂടത്തിന്റെ അവർക്കുള്ള ആധിപത്യം, അതേപോലെ തന്നെ അവർക്കുള്ള ഭൂരിപക്ഷം, അതെല്ലാം വെച്ചുകൊണ്ട് പ്രത്യേകമായ മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുക എന്നത് സ്വാഭാവികമാണ്, അത് നമ്മുടെ കടമയുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ വിഷയങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക നയങ്ങൾ, നിലപാടുകൾ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിന് നേരെയുള്ള കടന്നുകയറ്റം നമ്മൾ ഭയത്തോടുകൂടി തന്നെ കാണേണ്ടതാണ്. പലപ്പോഴും ഇതിന്റെ യഥാർത്ഥമായ പ്രശ്നം എന്താണ് എന്നറിയാതെയാണ് പല ആളുകളും പ്രതികരിക്കുന്നത്. ചില ആളുകൾ വഖഫ് ബില്ല് പാസ്സായതിൽ കേരളത്തിൽ പോലും ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. പക്ഷേ ഈ ഒരു പ്രശ്നം ഫാസിസത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാ കാലഘട്ടത്തിലും ഒരു ശത്രു വേണം. ഇന്ന് ഒരു ശത്രുവാണെങ്കിൽ ആ ശത്രുക്കൾ അവസാനിച്ചാൽ അടുത്ത ശത്രു വേണം. അത് ഹിറ്റ്ലറിന്റെ കാലഘട്ടം മുതലുള്ള ചരിത്രങ്ങൾ നമുക്ക് കാണുന്ന വിഷയമാണ്. ഒരു വിഭാഗം കഴിഞ്ഞാൽ അടുത്ത വിഭാഗത്തിന്, അവർ കഴിഞ്ഞാൽ അടുത്തൊരു. അപ്പൊ ആദ്യം വന്നവർ വിചാരിക്കുന്നത് നമ്മളല്ലല്ലോ, ഓലല്ലേ, നമുക്ക് പ്രശ്നമല്ലല്ലോ, അവർക്കല്ലേ അല്ലെ, അവർ കഴിഞ്ഞാൽ അടുത്തത് നമ്മളാണ് എന്നത് ചിന്തയുണ്ടാകണം. പക്വമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയൊരു ഐക്യം നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്നൊരു കാര്യമാണ്. ആധുനിക ഇന്ത്യയിൽ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വഖഫ് ബില്ലിനെതിരെ സംസാരിച്ച ആളുകൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും എത്രമാത്രം ആഴത്തിൽ പഠനം നടത്തി നമുക്ക് വേണ്ടി സംസാരിച്ചു എന്നുള്ളത്. ഇവിടെ പലപ്പോഴും പ്രകോപനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ലക്ഷ്യം. അവർക്കിപ്പോൾ ഒരു ബില്ല് പാസ്സാക്കണം എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു നിയമം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലോ അത് സിമ്പിളായിട്ട് നടക്കുന്നുള്ളത് അറിയാം. ഭൂരിപക്ഷം അവരുടെ കയ്യിലാണ്, അതുകൊണ്ട് എന്തുണ്ടാക്കാം. പക്ഷേ വെറും ഒരു നിയമം ഉണ്ടാക്കുക, ആ നിയമത്തിന്റെ പേരിൽ നടപടികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അവിടെ കലാപങ്ങളും അക്രമങ്ങളും ഉണ്ടാകണം എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിന് ബോധപൂർവമായി ചില ആളുകൾ ആ കലാപ ലക്ഷ്യത്തിന് സാങ്ഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും അതേപോലെ തന്നെയുള്ള പ്രസ്താവനകളൊക്കെ ആയിട്ട് വരുമ്പോൾ അവർക്ക് കൂടുതൽ എളുപ്പമാണ്. അതിനർത്ഥം നമ്മൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടെന്നുള്ളതല്ല. ജനാധിപത്യപരമായി നീങ്ങാവുന്ന എല്ലാ മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാം. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും പ്രകടനങ്ങളൊക്കെ നടത്താം. അത് CAA, NRC പോലെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ നാട് ഒറ്റക്കെട്ടായി നേരിട്ടതിന്റെ ഫലമായി അത്തരം നിയമങ്ങൾ ഇന്ന് എവിടെയുള്ളത്? കർഷക നിയമ ഭേദഗതി, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങൾ എവിടെയുള്ളത്? എത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടായാലും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ അതൊക്കെ തള്ളിക്കളയാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരുടെ കലാപ ഉദ്ദേശങ്ങൾക്ക്, ലക്ഷ്യങ്ങൾക്ക് വളമിട്ട് കൊടുക്കുന്ന തരത്തിലുള്ള അക്രമങ്ങളെല്ലാം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. വിവേകത്തോടുകൂടി അതിനെ കാണാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കോടതികൾ, അതേപോലെ തന്നെ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അവർക്കൊക്കെ ആ രീതിയിൽ ഇടപെടാൻ പറ്റും. രാഷ്ട്രീയപരമായ സ്വാധീനങ്ങൾ ചെലുത്താൻ പറ്റുന്ന ആളുകൾ ആ നിലക്ക് സ്വാധീനം ചെലുത്താൻ പറ്റും.
ഇത് കേവലമായി ഒരു മുസ്ലിം പ്രശ്നമായി കൊണ്ട് മാത്രം അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് പാർലമെന്റിലൊക്കെ നടന്നത്. പക്ഷേ അതിശക്തമായി എതിർപ്പുകളുണ്ടായി. പഞ്ചാബിൽ നിന്നുള്ള ഒരു MP ഒക്കെ അദ്ദേഹം സംസാരിച്ചത് എത്ര മനോഹരമായിട്ടാണ്. ഇതൊരു കേവല മുസ്ലിം പ്രശ്നമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ഇന്ന് മുസ്ലിങ്ങളാണെങ്കിൽ നാളെ സിഖ്, നാളെ മറ്റൊരു വിഭാഗം. ഇവിടെ ഞങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നത് സഹോദരങ്ങളായിട്ടാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ഖബർസ്ഥാനില്ലാത്തതിന്റെ പേര് ഞങ്ങളാണ് സ്ഥലം കൊടുത്തത് എന്നുള്ളതാണ്. അതേപോലെയുള്ള പല ആളുകളും പ്രസംഗിച്ചു. നമ്മുടെ നാട്ടിൽ മതപരമായിട്ടുള്ള വേർതിരിവുകളുണ്ടെങ്കിലും വ്യത്യസ്തമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നതും മാനുഷികമായ പരിഗണന, മാനുഷികമായ ബന്ധങ്ങൾ, മനുഷ്യ സൗഹാർദ്ദങ്ങൾ അതേറ്റവും അധികം നിലനിൽക്കുന്ന നാടാണ്. അവിടെ ഭിന്നിപ്പിക്കുക എന്നതാണ്, പരസ്പരം കലഹിക്കുക എന്നതാണ്. ആ നിലക്ക് അവര് അടികൂടട്ടെ, അത് കണ്ടുനിന്ന് ചോര കുടിക്കാം എന്ന് വിചാരിക്കുന്നവരുടെ ലക്ഷ്യത്തിനു വേണ്ടി നമ്മുടെ പ്രകോപനപരമായിട്ടുള്ള സംസാരങ്ങൾ വഴിവെച്ചു കൊടുക്കരുത്, അതിനുള്ള ഇടവുണ്ടാക്കരുത്. ജനാധിപത്യപരമായിട്ടുള്ള പ്രതിഷേധങ്ങളാണ് നമുക്ക് ആവശ്യമെന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രയാസങ്ങളെ ഇല്ലായ്മ ചെയ്തു തരുമാറട്ടെ. സഹോദരങ്ങളെ, ഒരു ഒഴിവ് സമയത്തിലേക്കാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ കടന്നു പോകുന്നത്. നീണ്ട ഒരു വെക്കേഷൻ, സ്കൂളൊക്കെ അവധിയായി, മദ്രസകളൊക്കെ അവധിയിലേക്ക് പ്രവേശിച്ച് ഒരു ഒഴിവ് സമയത്തിലേക്ക് നമ്മൾ പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ വഞ്ചന എന്ന് പറയുന്നത് നിഅമതാനി മഖ്ബൂലും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഹ്. ഏറ്റവും അധികം ആളുകൾ വഞ്ചിതരാകുന്ന രണ്ട് അനുഗ്രഹങ്ങളുണ്ട്. ഒന്നെന്താണ്? സിഹത്താണ്, ആരോഗ്യം. ആരോഗ്യം ഉണ്ടാവുമ്പോൾ പലതും ചെയ്യാൻ തോന്നും. ആരോഗ്യം ഇല്ലാതാവുമ്പോഴേ അതിന്റെ മനസ്സിലാവുള്ളൂ. അല്ല, അതേപോലെ തന്നെ അൽ ഫറാഹ്, ഒഴിവ് സമയം. നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങൾ ഒരു അനുഗ്രഹമാണെങ്കിൽ പോലും അതിലൊരുപാട് വഞ്ചനയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളൊക്കെ ഒഴിവിന്റെ സമയത്തിലേക്ക്, അതേപോലെ തന്നെ വെക്കേഷൻ കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അവർക്ക് കളിക്കാനും അതേപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനുമൊക്കെയുള്ള ഒരു തുറന്ന അവസരം കിട്ടുമ്പോൾ പലപ്പോഴും അവരെ കാത്തിരിക്കുന്ന ധാരാളം കഴുകക്കണ്ണുകളുണ്ട്. മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും അതേപോലെ തന്നെ തോന്നിവാസങ്ങളുടെയും ഒക്കെ പിടിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ സംരക്ഷിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി വെക്കേഷൻ സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ചും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പഠന ക്ലാസുകൾ, മോറൽ ക്ലാസുകളൊക്കെ നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഈ ഞായറാഴ്ച മുതൽ തന്നെ നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഈ ക്യാമ്പസിലെ അവിടെ ക്ലാസ് റൂമിൽ CRE എന്ന് പറയുന്ന തുടർ മതപഠന സംരംഭം അത് ആരംഭിക്കുകയാണ്. വെക്കേഷൻ സമയമാണ്, വിദ്യാർത്ഥികൾക്ക് ഒഴിവാണ്. നമുക്ക് UP തലം മുതൽ ഹയർ സെക്കൻഡറി അതേപോലെ തന്നെ ഡിഗ്രി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്ന ഒരു പരിപാടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എല്ലാ ഞായറാഴ്ചയും ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നമ്മുടെ റമദാനിന്റെ ഒഴിവിന് ശേഷം നമ്മൾ ഈ ഞായറാഴ്ച കൃത്യം 8 മണിക്ക് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുന്നതാണ്. എല്ലാ ആളുകളും അവരുടെ മക്കളെ പറഞ്ഞേക്കാൻ വേണ്ടി തയ്യാറാകുക. നമ്മുടെ പള്ളിയുടെ പുറത്ത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തകർ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും കുട്ടികൾ ഈ പ്രായത്തിലുള്ളവരുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ മക്കളെ ദീനിയായ നിലക്ക് നല്ല മക്കളാക്കി വളർത്താനുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർക്ക് ലഭിക്കുന്ന ക്ലാസ്സാണ്. എല്ലാ ആളുകളും അതിന് ശ്രദ്ധ കാണിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ക്യാമ്പസിൽ നടക്കുന്ന മദ്രസയുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ 8 മണി വരെയാണ് നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ജൂൺ മാസത്തിൽ ആരംഭിക്കുന്ന മദ്രസയിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെ കണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾ, നമ്മുടെ കുട്ടികളെ മദ്രസ പഠനത്തിന് വേണ്ടിയുള്ള പ്രോത്സാഹനം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സന്താനങ്ങളാക്കി നമ്മുടെ സന്താനങ്ങളെ വളർത്തുമാറാകട്ടെ. എല്ലാ തരത്തിലുള്ള ഫിത്നകളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെയും അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ. അല്ലാഹു ഞങ്ങളിൽ നിന്ന് രോഗികളായി ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുള്ള സത്യവിശ്വാസികളുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണമേ. അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകണമേ. അല്ലാഹുവേ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ കടങ്ങൾ നീ ദൂരീകരിച്ചു കൊടുക്കണമേ. അല്ലാഹുവേ, പരിശുദ്ധ റമദാനിൽ ഞങ്ങൾ അനുഷ്ഠിച്ച നോമ്പുകൾ, നമസ്കാരങ്ങൾ, ദാനധർമ്മങ്ങൾ, മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അല്ലാഹുവേ, അടുത്ത റമദാൻ വരെ ഈ ചൈതന്യവുമായി, ഈ ഈമാനുമായി, തഖ്വയുമായി മുന്നോട്ട് പോകാനുള്ള അവസരം നീ ഞങ്ങൾക്ക് ഒരുക്കി നൽകണമേ. അല്ലാഹുവേ, റമദാനിന് ശേഷം നന്മകളെ കാറ്റിൽ പറത്തി താന്തോന്നികളായി, തമ്മാടികളായി ജീവിക്കുന്ന ഹതഭാഗ്യവാന്മാരിൽ നിന്ന് നീ ഞങ്ങളെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ സിയാമനാ വ ഖിയാമനാ